Dear students, in this session we are discussing some important MCQs from molecular basis of inheritance. Okay, first question. The sugar phosphate backbone of DNA molecule is formed by 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലൈക്കോസിഡിക് ബോണ്ട്, എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ എന്താണ് ഒരു കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ? കെമിക്കൽ ബോണ്ട് മീൻസ് is the force of attraction that holds atoms together in molecule or compounds or any chemical structure. അതായത് ആറ്റംസ് തമ്മിലുള്ള ഒരു ബോണ്ടിങ്. ആ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അത് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആകാം, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആകാം. ഏത് തരത്തിലാണെങ്കിലും ഒരു ബോണ്ടിങ് ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിവിടെ പ്രധാനപ്പെട്ട 4 ബോണ്ടുകളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത് കാർബൺ ആറ്റംസ് തമ്മിലാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 4 ടൈപ്സ് ഓഫ് ബയോമോളിക്യൂൾസ് ആണുള്ളത്. 4 ടൈപ്സ് ബേസിക് ആയിട്ട്. അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ് ആൻഡ് ലിപ്പിഡ്സ്. ഇതാണ് 4 ടൈപ്സ് ഓഫ് ബേസിക് ബയോമോളിക്യൂൾസ്. മറ്റുള്ള ബയോമോളിക്യൂൾസ് എല്ലാം തന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. ഇപ്പോൾ ഹോർമോൺസ് ആണെങ്കിലും എൻസൈംസ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് വരുന്നത്. ബേസിക് ആയിട്ട് 4 ടൈപ്സ് ആണ് ഉള്ളത്. അതിൽ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ വീണ്ടും 3 കാറ്റഗറീസ് ആക്കി മാറ്റും. അതായത് മോണോസാക്രൈഡ്സ്, ഒളിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്. അപ്പോൾ അതിൽ പോളിസാക്രൈഡ് ഒരു മാക്രോ മോളിക്യൂളാണ്. ദാറ്റ് മീൻസ് അതൊരു പോളിമറൈസ്ഡ് ഫോമാണ്. അതായത് പോളിസാക്രൈഡ്സ് ആർ ഫോംഡ് ബൈ ദി പോളിമറൈസേഷൻ ഓഫ് മോണോസാക്രൈഡ്സ് ത്രൂ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ പോളിസാക്രൈഡ് ഫോം ചെയ്യുന്നത് മോണോസാക്രൈഡ്സ് ഗ്ലൈക്കോസിഡിക് ബോണ്ടിലൂടെ പോളിമറൈസ് ചെയ്താണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അങ്ങനെയാണ്. എസ്റ്റർ ബോണ്ട് കാണുന്നത് ന്യൂക്ലിക് ആസിഡിലാണ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് ഒരു മാക്രോ മോളിക്യൂളാണ്. അതായത് DNA-യും RNA-യുമാണ് 2 ന്യൂക്ലിക് ആസിഡ്സ്. 2 മാക്രോ മോളിക്യൂൾസ് ആണ്. അപ്പോൾ മാക്രോ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് എറൗണ്ട് ഓർ എബൌട്ട് 10,000 ഡാൾട്ടൺ ആയിരിക്കും. അതുപോലെ പോളിമറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ന്യൂക്ലിക് ആസിഡ്സ് ആർ ഫോംഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ത്രൂ എസ്റ്റർ ബോണ്ട്. അപ്പോൾ അവിടെ എസ്റ്റർ ബോണ്ട് കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ ഹൈഡ്രജൻ ബോണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം, അത് വാട്ടറിൽ കാണുന്ന ഒരു ബോണ്ടാണ്. അത് ഒരു വീക്കർ ബോണ്ടാണ്. മീൻസ് ഒരു സെക്കൻഡറി ടൈപ്പ് ബോണ്ടാണ്. അതേസമയം ഈ ബാക്കി പറഞ്ഞിരിക്കുന്ന ഗ്ലൈക്കോസിഡിക് ബോണ്ട്, എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്, ഇത് 3 കോവാലൻ്റ് ബോണ്ടാണ്. അതായത് സ്ട്രോങ് ബോണ്ടാണ്. ഇതിൽ ആൻസർ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 4 പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസാണ്. അതിലൊന്നാണ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡാണ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്തിരിക്കുന്നത് 3 കമ്പോണൻസിലൂടെയാണ്. ആ കമ്പോണൻസ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസസ്, പെൻറ്റോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. നൈട്രജൻ ബേസസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 categories. ദാറ്റ് ഈസ് പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. പ്യൂരിൻസ് ഡൈസൈക്ലിക്കാണ്, പിരമിഡിൻസ് മോണോസൈക്ലിക്കാണ്. പ്യൂരിൻസിനകത്ത് അഡിനിനും ഗുവാനിനുമാണ്. അതേസമയം പിരമിഡിൻസിനകത്ത് തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ. ഈ 5 ടൈപ്പ് നൈട്രജൻ ബേസസിൽ DNA-യിലാണെങ്കിൽ യുറാസിൽ കാണില്ല. അതേസമയം RNA-യിലാണെങ്കിൽ തൈമിനും കാണത്തില്ല. അപ്പോൾ ഒരു പെൻറ്റോസ് ഷുഗറും ഒരു നൈട്രജൻ ബേസും തമ്മിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ടിലൂടെയാണ് ഫോം ചെയ്യുന്നത്? ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു പെൻറ്റോസ് ഷുഗർ ഇതൊരു പെൻറ്റോസ് ഷുഗറിൻ്റെ ഔട്ട്ലൈനാണ്. ഇതിൽ കാർബണിൻ്റെ നമ്പർ ഇടുന്നത് 1, 2, 3, 4. ഈ 4ാമത്തെ കാർബണിലാണ് 5ാമത്തെ കാർബൺ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ പെൻറ്റോസ് ഷുഗറിൽ 1ാമത്തെ കാർബണിലാണ് നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുന്നത്. 1ാമത്തെ
കാർബൺ. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അടുത്ത് ഈ സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഈ ന്യൂക്ലിയോസൈഡിൽ ഈ പെൻറ്റോ ഷുഗറിൻ്റെ 5ാമത്തെ കാർബണിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത്. ആ ബോണ്ടിനെയാണ് നമ്മൾ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അത് 5ാമത്തെ കാർബണിലാണ്. അപ്പോഴാണ് ഒരു ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോസൈഡുകൾ തമ്മിൽ പോളിമറൈസ് ചെയ്ത് വരുന്ന സമയത്ത് 5ാമത്തെ കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണും, 3ാമത്തെ കാർബണിൽ ഒരു OH ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡിൻ്റെ ഫോസ്ഫേറ്റും തമ്മിൽ വീണ്ടും ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ 2 സൈഡിലും, അതായത് ഫോസ്ഫേറ്റ് 2 സൈഡിലും എസ്റ്റർ ബോണ്ട് കാണും. അതുകൊണ്ടാണ് അതിനെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഈ DNA മോളിക്യൂളിൻ്റെ ബാക്ക് ബോണായിട്ട് വരുന്നത്, അതായത് ഷുഗർ ഫോസ്ഫേറ്റ്. ആ ബോണ്ടാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. അപ്പോൾ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, the percentage of thymine is 40. Then what is the percentage of guanine? ആൻസർ കൊടുത്തിരിക്കുന്നത് 10, 20, 30, 40 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എർവിൻ ചാർഗാഫ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ്? എർവിൻ ചാർഗാഫ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിനെ ബേസ് പെയറിംഗ് റൂൾ എന്നും പറയാം. അതായത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ ദി എമൗണ്ട് ഓഫ് പ്യൂരിനും അതുപോലെ പിരമിഡിനും ഈക്വൽ ആയിരിക്കും. ഇതാണ് ചാർഗാഫ് റൂൾ. അതായത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ പ്യൂരിൻ്റെയും പിരമിഡിൻ്റെയും അളവ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസ് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ പ്യൂരിൻസ് ഈസ് ഈക്വൽ ടു pyrimidines. അതായത് പ്യൂരിൻ എന്ന് പറയുമ്പോൾ അഡിനിൻ ആൻഡ് ഗോനിൻ, പിരമിഡിൻസ് തൈമിനും അതുപോലെ സൈറ്റോസിനും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് DNA തൈമിൻ്റെ പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. തൈമിന് എത്രയാണ്? 40%. അപ്പോൾ ഈ തൈമിൻ്റെ പെർസെൻറ്റേജ് ഈക്വൽ ആയിരിക്കും അഡിനിനും. അപ്പോൾ അഡിനിനും 40% ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 80 ആയി. അപ്പോൾ ബാക്കി 20. ആ 20 ഡിവൈഡ് ചെയ്ത് ഗോനിൻ 10%, അതുപോലെ സൈറ്റോസിൻ 10%. ഓക്കെ. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 50% വരും, ഇവിടെയും 50%. ദാറ്റ് മീൻസ് ഏത് പെർസെൻറ്റേജ്, അത് ഏത് എമൗണ്ട് വന്നാൽ, എങ്ങനെ എമൗണ്ട് വന്നു കഴിഞ്ഞാലും ഈക്വൽ ആയിരിക്കും ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ പ്യൂരിൻസിൻ്റെയും പിരമിഡിൻ്റെയും അളവ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് തൈമിൻ 40% ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഗോനിൻ്റെ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ആൻസർ 10, അതായത് A ഓപ്ഷനാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഓഡ് വൺ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. 4 ഓപ്ഷൻസ്: TMB, HIV, QB ബാക്ടീരിയോഫേജ്, 5X174 ബാക്ടീരിയോഫേജ്. 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഓഡ് വൺ അതിന് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നമ്മളിവിടെ സെലക്ഷൻ വരുന്നത്. അതായത് ടൊബാക്കോ മൊസൈക്ക് വൈറസ്, HIV, QB ബാക്ടീരിയോഫേജ്, ഇതിലെല്ലാം തന്നെ സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അതായത് ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, പിന്നെ QB ബാക്ടീരിയോഫേജ്, ഇതിലെല്ലാം തന്നെ ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അതേസമയം 5X174 ബാക്ടീരിയോഫേജിലാണെങ്കിൽ അവിടെ വരുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ്. സാധാരണ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, പക്ഷേ 5X174 ബാക്ടീരിയോഫേജിൽ അത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അപ്പോൾ ആൻസർ D, 5X174 ബാക്ടീരിയോഫേജ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ Frederick Miescher identified DNA as an acidic substance in the nucleus. അപ്പോൾ DNA ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണെന്നും അത് ന്യൂക്ലിയസിലാണ് കാണുന്നതെന്നും അതിനെ നമ്മൾ ന്യൂക്ലിയൻ എന്നാണ്
ഫ്രെഡറിക് മീഷർ വിളിച്ചത്. അപ്പോൾ അത് ആൻസർ 1869-ലാണ്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ടാണ് ഈ DNA ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്? അതായത് ഈ DNA-യും അതുപോലെ തന്നെ RNA-യും കാണുന്നത് പ്രൈമറിലി ന്യൂക്ലിയസിനകത്താണ്. ഒപ്പം തന്നെ അത് രണ്ടിനും അസിഡിക് നേച്ചറുണ്ട്. അപ്പോൾ അസിഡിക് നേച്ചറുണ്ട് നോർമലി കാണുന്ന ന്യൂക്ലിയസിലാണ്. അതുകൊണ്ടാണ് അതിനെ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് ഫ്രെഡറിക് മീഷറാണ്. അത് 1869-ലാണ്. അത് ന്യൂക്ലിയസിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അന്ന് ഫ്രെഡറിക് മീഷർ ഈ DNA ന്യൂക്ലീൻ എന്നാണ് വിളിച്ചത്, ന്യൂക്ലീൻ. ഓക്കെ. അതേസമയം ഫസ്റ്റ് ഓപ്ഷൻ കൂടെ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ 1891-ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് 1891-ലാണ് ഹെൻ കിങ് എന്ന സയൻറ്റിസ്റ്റ് എക്സ് ബോഡി കണ്ടുപിടിക്കുന്നത്. എക്സ് ബോഡി, ഈ എക്സ് ബോഡിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന എക്സ് ക്രോമസോം. അതായത് നമ്മുടെ എക്സ് ക്രോമസോമിനെ ഹെൻ കിങ് കണ്ടുപിടിച്ച സമയത്ത് റിപ്പോർട്ട് ചെയ്ത് എക്സ് ബോഡി എന്നാണ്. അത് 1891-ലാണ്. അടുത്ത ഓപ്ഷൻ അത് 1866. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആ ഇയറിലാണ് ലാങ്ഡൺ ഡൗൺ എന്ന സയൻറ്റിസ്റ്റ് ഡൗൺ സിൻഡ്രം കണ്ടുപിടിക്കുന്നത്, അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൗൺ സിൻഡ്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് കാരണം 21st ട്രൈസോമിയാണ്. ഡൗൺ സിൻഡ്രത്തിന് കാരണം 21st ട്രൈസോമി. അപ്പോൾ ആ ഡിസീസ് റിപ്പോർട്ട് ചെയ്യുന്നത് 1866 ലാങ്ഡൺ ഡൗൺ ആണ്. ഇനി 1865-ലാണ് മെൻഡേലിയൻ ലോസ് പബ്ലിഷ് ചെയ്യുന്നത്. മെൻഡേലിയൻ ലോസ് പബ്ലിഷ് ചെയ്യുന്നത് 1865-ലാണ്. പക്ഷേ അത് 35 years അൺനോട്ടീസ്ഡ് ആയിരുന്നു. അത് 35 വർഷം കഴിഞ്ഞിട്ട് 1900-ൽ ഹ്യൂഗോ ഡീവ്രീസും കോറൻസ് തെഷർമാർക്ക്, ആ 3 സയൻറ്റിസ്റ്റുകൾ അതിനെ വീണ്ടും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. അതാണ് അറിയപ്പെടുന്നത് റീഡിസ്കവറി ഓഫ് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ്. ആ ഇയർ 1900-ആണ്. മെൻഡൽ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത് 1865-ലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1869. Okay, next question. The RNA polymerases concerned with the transcription of snRNAs, hnRNA and rRNAs respectively. അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ DNA-യിൽ നിന്ന് RNA ഫോം ചെയ്യുന്ന പ്രോസസ്സ്, അതിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. അതിന് സഹായിക്കുന്ന എൻസൈമിനെയാണ് RNA പോളിമറൈസ്, അതായത് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എന്ന് പറയും. അത് പ്രോകാരിയോട്സ് ഒരു ടൈപ്പ് RNA പോളിമറൈസ് ആണുള്ളത്. ബട്ട് ഇൻ യൂകാരിയോട്സ് ദെയർ ആർ മെയിൻലി 3 types ഓഫ് RNA പോളിമറൈസസ്. അതായത് RNA പോളിമറൈസ് 1, 2 and 3. അപ്പോൾ ഇവിടെ snRNAs എന്ന് വെച്ചാൽ സ്മാൾ ന്യൂക്ലിയർ RNAs, അത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് 3 ആണ്. RNA പോളിമറൈസ് 3 ആണ്. hnRNA മീൻസ് ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA, അതായത് പ്രിക്കോസർ ഓഫ് mRNA. mRNAക്ക് മുമ്പുള്ള സ്റ്റേജാണ് ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA. കാരണം അത് ന്യൂക്ലിയസിലാണ് DNA ഫോം ചെയ്യുന്നത്. ഒപ്പം അതിനകത്ത് ഇൻട്രോൺസും എക്സോൺസ്, അതായത് കോഡിങ് നോൺ കോഡിങ് സീക്വൻസ് ഉള്ളത് കൊണ്ടാണ് ഹെറ്ററോജീനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന RNA പോളിമറൈസ് 2 ആണ്. റൈബോസോമൽ RNA, അതായത് റൈബോസോമിൻ്റെ കമ്പോണൻ്റ് ആണ്. അതാണ് rRNA എന്ന് പറയുന്നത്. അത് RNA പോളിമറൈസ് 1. അപ്പോൾ ആൻസർ വരുന്നത് RNA പോളിമറൈസ് 3, 2 and 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഡിസ്കവേർഡ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്? ഓപ്ഷൻസ് മാർഷൽ നിറൻബർഗ്, ജോർജ് ഗാമോ, ഖർഗ് ഗോവിന്ദ് ഖുറാന, സെവറോ ഒക്കയ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സെവറോ ഒക്കയാണ്. ഇനി ഈ എൻസൈമിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് ഇതൊരു ബൈ ഫങ്ഷണൽ എൻസൈമാണ്. അതായത് 2 ആക്ടിവിറ്റി ഉണ്ട്. അതായത് എക്സോ റൈബോസ് ന്യൂക്ലിയേസ് ആക്ടിവിറ്റിയും പോളിമറൈസ് ആക്ടിവിറ്റിയും. അതായത് എക്സോ റൈബോസ് ന്യൂക്ലിയേസ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അതായത് ബ്രേക്ക് ഡൗൺ ആണ്.
അതായത് RNA 3' എൻഡിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരും. അതേസമയം പോളിമറൈസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് RNA. അതും 3' എൻഡിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ 2 ആക്ടിവിറ്റി ഉണ്ട്. അതായത് എക്സോ ന്യൂക്ലിയേസ് ആക്ടിവിറ്റി, അതായത് ബ്രേക്ക് ചെയ്യുന്ന ആക്ടിവിറ്റിയും പോളിമറൈസ് ആക്ടിവിറ്റിയും. അതാണ് ഈ എൻസൈം, അതായത് പോളി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് സെവറോ ഒക്കെയാണ്. മറ്റുള്ള ഓപ്ഷൻസ് മാർഷൽ നിറൻബർഗ്, അതായത് സെൽ ഫ്രീ സിസ്റ്റം ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് നമ്മുടെ ബോഡിയിലാണ് നടക്കുന്നത്. ഈ പ്രോസസ്സ് ഇൻവിട്രോ, അതായത് ഔട്ട്സൈഡ് ദ ലിവിങ് ബോഡിയിൽ കണ്ടക്ട് ചെയ്തതാണ് മാർഷൽ നിറൻബർഗിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. അതായത് ജനറ്റിക് കോഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ജോർജ് ഗാമയുടെ കോൺട്രിബ്യൂഷൻ ഈ ട്രിപ്ലറ്റ് കൺസെപ്റ്റ് ഫോർ ജനറ്റിക് കോഡ് ഇത് ഫോർമുലേറ്റ് ചെയ്തത്. അതേ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഓഫ് 4⁻3. അവിടെ 4 എന്ന് പറയുന്നത് 4 നൈട്രജൻ ബേസസ് ആണ്. അതിൻ്റെ ആ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അനുസരിച്ച് 4×4×4 അത് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. അതാണ് ജനറ്റിക് കോഡ്. അങ്ങനെയാണ് ജനറ്റിക് കോഡിൽ 64 കോഡോൺസ് വന്നത്. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജോർജ് ഗാമയാണ്. അദ്ദേഹം ഒരു ഫിസിസിസ്റ്റാണ്. ഇനി ഹർഗോബിന്ദ് ഖുരാന, അദ്ദേഹം ഇന്ത്യൻ ബോൺ അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ 1968 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ജീൻ സിന്തസൈസ് ചെയ്തത് ഹർഗോബിന്ദ് ഖുരാനയാണ്. ഇതെല്ലാം തന്നെ ജനറ്റിക് കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്? സ്റ്റേറ്റ്മെൻറ്റ്സ്: സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA replication was proposed by മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA replication was proposed by വാട്സൺ ആൻഡ് ക്രിക്ക്? അപ്പോൾ ആ ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്യുന്ന 1953 തന്നെ അത് പ്രപ്പോസ് ചെയ്തു. DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സെമി കൺസർവേറ്റീവ് ആയിട്ടാണ്. സെമി കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് DNA ആകുമ്പോൾ അതിന് 2 സ്ട്രാൻഡിൽ ഒന്ന് ഓൾഡ് ഒന്ന് ന്യൂമായിരിക്കും. അതുകൊണ്ടാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ എന്ന് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അത് പ്രപ്പോസ് ചെയ്തത് വാട്സണും ക്രിക്കുമാണ്. അത് എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തത് മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ. അത് 1958 അവർ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്യുന്നത്. അതായത് യൂസിങ് ഹെവി ഐസോടോപ്പ് ഓഫ് നൈട്രജൻ, ദറ്റ് ഈസ് N15. രണ്ടാമത്, ദി സൈസ് ഓഫ് VNTR വേരീസ് ഫ്രം 0.1 to 20 kilobase. അതായത് VNTR എന്ന് പറയുന്നത് ഒരു മിനി സാറ്റലൈറ്റാണ്. അതായത് ഒരു റെപ്പറ്റേറ്റീവ് DNA ആണ്. VNTR എന്ന് പറഞ്ഞാൽ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. അതൊരു മിനി സാറ്റലൈറ്റ്, അതായത് റെപ്പറ്റേറ്റീവ് DNA ആണ്. അത് പ്രോബായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതാണ് VNTR. അത് പ്രത്യേകിച്ച് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ അലൻ ജെഫ്രീസ് ഉപയോഗിച്ചത് VNTR ആണ്. അതിൻ്റെ സൈസാണ് പറയുന്നത്. അതായത് സൈസ് മീൻസ് അതിൻ്റെ ലെങ്ത്. അതായത് വേരീസ് ഫ്രം 0.01 to 20 kilobase. അപ്പോൾ ഇതിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് 0.1 ആണ്. 0.01 അല്ല, 0.1 to 20 kilobase. അപ്പോൾ 0.1 എന്ന് പറയുമ്പോൾ 100 ബേസ് പെയർസ് മിനിമം. ഈ VNTR 100 ബേസ് പെയർസ് ഉണ്ടായിരിക്കും. മാക്സിമം എത്രയാണ്? 20,000. 20 kilobase എന്ന് പറയുമ്പോൾ 20,000 ബേസ് പെയർസ് ഉണ്ടായിരിക്കും. അതായത് 0.1 to 20 kilobase. ഇനി അപ്പോൾ ഇതും തെറ്റാണ്. അടുത്ത, ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് 3,146.7 million ന്യൂക്ലിയോടൈഡ് ബേസസ്. അപ്പോൾ ഇതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ നമ്പറാണ്. അതായത് 3,164
0.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസസ് ആണ് ഹ്യൂമൻ ജീനോമിൽ കാണുന്നത്. അതാണ് അതിൻ്റെ മിസ്റ്റേക്ക്. അപ്പോൾ അതും തെറ്റാണ്. അടുത്തത്, ദി സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് tRNA ഈസ് ലൈക്ക് ആൻ ഇൻവേർട്ടഡ് എൻ. അതായത് tRNA മീൻസ് ട്രാൻസ്ഫർ RNA. അതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് വെച്ചാൽ അത് 2D സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് എൽ അല്ല, അത് ക്ലോവർ ലീഫ് മോഡലാണ് അതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ. അപ്പോൾ ഈ ഇൻവേർട്ടഡ് എൽ എന്ന് പറയുന്നത് 3D സ്ട്രക്ചറാണ്. tRNAയുടെ 3D സ്ട്രക്ചർ ഇൻവേർട്ടഡ് എല്ലും 2D എന്ന് പറയുന്ന ക്ലോവർ ലീഫുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും തെറ്റാണ്. പിന്നെ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, Taylor and his colleagues conducted experiments on Visia faba using radioactive thymid. ഇത് കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് 1958-ലാണ്. അതായത് ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറഞ്ഞു, കാരണം അത് പ്രപ്പോസ് ചെയ്ത് വാട്സൺ ക്രിക്കാണ്. പക്ഷേ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്ത് ബസൽസനും സ്റ്റോളുമാണ്. അതും 1958 തന്നെയാണ്. പക്ഷേ ആദ്യം അത് പ്രൂവ് ചെയ്തത് ബസൽസനും സ്റ്റോളുമാണ്. അതേ വർഷം തന്നെ ടൈലറും ആൻഡ് ഹിസ് കൊളീഗ്സ് അവർ വിസിയ ഫാബ ഉപയോഗിച്ച് റേഡിയോ ആക്റ്റീവ് തൈമിൻ്റെ സഹായത്തോടു കൂടി DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സെമി കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ, അതായത് എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, D, അതായത് 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. അതായത് UAA, UGA, AUG, UH 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ആൻസർ AUG, അതായത് C ഓപ്ഷനാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ബാക്കി ഈ 3 ഓപ്ഷൻസ് UAA, UAG, UGA ഈ 3 ഇതെല്ലാം കോഡോൺസ് ആണ്. ഇത് നോൺസെൻസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺസ് ആണ്. നോൺസെൻസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺസ് ആണ് ഈ 3. അതായത് UAA, UAG, UG ഇത് 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ്. അതായത് ജനറ്റിക് കോഡിനകത്ത് 64 കോഡോൺസ് ഉണ്ട്. ഈ 64 കോഡോൺസിൽ 3 കോഡോൺസ്, ഈ 3 കോഡോൺസ് എന്ന് പറയുന്നത് ഈ 3 എണ്ണം, അതായത് അമിനോ ആസിഡ് കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത്. റിമൈനിങ് 61 കോഡോൺസ് കോഡ് ഫോർ 20 അമിനോ ആസിഡ്. അതായത് ബാക്കി വരുന്ന 61 കോഡോൺസ് ആണ് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത്. ഇനി ഈ AUGയുടെ പ്രത്യേകത, ഇത് സ്റ്റാർട്ട് കോഡോൺ ആണ്. ഏതൊരു പോളിപെപ്റ്റൈഡ് എടുക്കുമ്പോഴും അവിടെ ഈ AUG ആണ് ഫസ്റ്റ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുക. ഫസ്റ്റ് അമിനോ ആസിഡിന് മെത്തിയോനൈനെ കോഡ് ചെയ്യുന്നത് AUG. അപ്പോൾ ഏത് പോളി പെപ്റ്റൈഡ് ചെയിൻ എടുക്കുമ്പോൾ അതിൽ ഫസ്റ്റ് അമിനോ ആസിഡ് മെത്തിയോനൈനായിരിക്കും നോർമലി. അത് കോഡ് ചെയ്യുന്നത് AUG ആണ്. അപ്പോൾ അവൻ ഇനിഷ്യേറ്റർ കോഡോണുമാണ്, ഒപ്പം മെത്തിയോനൈനെ കോഡ് ചെയ്യുന്ന കോഡോണുമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കോഡ് 1 എന്ന് പറയുന്നത് AUG, കാരണം ഇനിഷ്യേറ്ററാണ്, ബാക്കിയെല്ലാം സ്റ്റോപ്പ് കോഡോണാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a mismatched pair? Options: N15, that is radioactive isotope of nitrogen, capping methyl guanosine triphosphate, nucleosome 200 base pairs of DNA helix, rRNA structure and catalytic role. അപ്പോൾ ഇതിൽ മിസ്മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ്. അതായത് N15 എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് അല്ല, അതൊരു ഹെവി ഐസോട്ടോപ്പാണ്. നൈട്രജൻ്റെ ഒരു ഹെവി ഐസോട്ടോപ്പാണ്. അപ്പോൾ എന്താണ് ഹെവി ഐസോട്ടോപ്പും റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുമുള്ള വ്യത്യാസം? ഹെവി ഐസോട്ടോപ്പ് നോർമലി നോക്കുമ്പോൾ അത് സ്റ്റേബിൾ ആയിരിക്കും. ഹെവി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിരിക്കും. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ N15 എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് അല്ല, പകരം അത് ഹെവി ഐസോട്ടോപ്പ് നൈട്രജനാണ്. അപ്പോൾ അതാണ് ആൻസർ. ഇനി ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ HNRNA, ഈ HNRNAയിൽ നേരത്തെ പറഞ്ഞു അതിനകത്ത് ഇൻട്രോൺസും കാണും, എക്സോൺസും കാണും. അതായത് കോഡിങ്ങുമുണ്ട്, നോൺ കോഡിങ്ങുമുണ്ട്. അതായത് എക്സോൺസ് എന്ന് പറയുമ്പോൾ കോഡിംഗ് ആണ്, ഇൻട്രോൺസ് നോൺ കോഡിംഗ് ആണ്. അപ്പോൾ അതിൽ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് എക്സോൺസ് തമ്മിൽ ജോയിനിങ്, ആ പ്രോസസ്സാണ് നമ്മൾ സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്ലൈസിങ് ഈസ് അസോസിയേറ്റ് വിത്ത് 2 അഡീഷണൽ പ്രോസസ്സസ്. അതിന് പറയുന്ന പേരാണ് ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. അപ്പോൾ ആ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് ഈ HNRNAയുടെ 5' എൻഡിൽ
മീഥൈൽ ഗോനോസൈൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. 5 days end of HNR. അടുത്ത ന്യൂക്ലിയോസോം, അതും കറക്റ്റാണ്. 200 ബേസ് പെയർസ് ഓഫ് DNA ഹെലിക്സ്. എന്താണ് ന്യൂക്ലിയോസോം? ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺ ഒക്ടാമർ, അത് ബേസിക് പ്രോട്ടീൻസ് ആണ്. ഹിസ്റ്റോൺ ഒക്ടാമർ സറൗണ്ടഡ് ബൈ DNA, ആ സ്ട്രക്ചറിനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയും. അതായത് ഇപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇതിനകത്ത് H2A, H2B, H3 ആൻഡ് H4. അതായത് H2Aയുടെ 2 മോളിക്യൂൾസ് ഉണ്ട്, H2Bയുടെ 2 മോളിക്യൂൾ, H3യുടെ 2 മോളിക്യൂൾ, H4. അപ്പോൾ മൊത്തം 8 മോളിക്യൂൾസ് ഇതിനകത്തുണ്ട്, കമ്പോണൻറ്റ്. അതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് സറൗണ്ട് ചെയ്ത് DNA വരും. അതിനെ ലിങ്ക് ചെയ്യാൻ H1 എന്ന് പറയുന്ന ബേസിക് പ്രോട്ടീൻ ആണ്. അപ്പോൾ ലിങ്കറായിട്ട് ആക്ട് ചെയ്യും H1. ഇതിനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോസോമിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന DNA-യിൽ എത്ര ബേസ് പെയേഴ്സാണ് നോർമലി കാണുന്നത്? അതായത് എത്രയായിരിക്കും? 200 ബേസ് പെയേഴ്സ് ഓഫ് DNA ആണ് ആ റൗണ്ടായി റാപ്പ് ചെയ്തിരിക്കുന്ന, ചുറ്റും കറങ്ങിയിരിക്കുന്ന DNA-യിൽ വരുന്നത്. അപ്പോൾ അതും കറക്റ്റ് തന്നെയാണ്. പിന്നെ RRNA റോള് അത് സ്ട്രക്ചറിലാണ്, ഒപ്പം അതിന് കാറ്റലിറ്റിക് ഫംഗ്ഷനും ഉണ്ട്. അത് കറക്റ്റാണ്. അപ്പോൾ RRNA സ്ട്രക്ചറൽ ആൻഡ് കാറ്റലിറ്റിക് റോളുണ്ട് എന്ന് പറയുമ്പോൾ അത് റൈബോസോമിൻ്റെ ഒരു കമ്പോണൻ്റാണ്, അതുകൊണ്ട് സ്ട്രക്ചറിലാണ്. അതിന് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് കാറ്റലിറ്റിക് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who provided the X-ray diffraction data that was crucial for the discovery of double helix structure of DNA? Options: James Watson and Francis Crick, Maurice Wilkins and Rosalind Franklin, Alfred Hershey and Martha Chase, Avery McLeod and McCarthy. അപ്പോൾ ഇതിൻ്റെ ആൻസർ മോറിസ് വിൽക്കിൻസ് ആൻഡ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഈ എക്സ്റേ, അതായത് ഈ ലാഡർ ലൈക്ക് ഹെലിക്കൽ സ്ട്രക്ചർ, അതാണ് ഡബിൾ ഹെലിക്സ് മോഡൽ, അത് പ്രപ്പോസ് ചെയ്തത് വാട്സണും ക്രിക്കുമാണ് 1953. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ കിട്ടിയത് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ ദറ്റ് വാസ് ഡൺ ബൈ മോറിസ് വിൽക്കിൻസ് ആൻഡ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. അപ്പോൾ ആൻസർ ഇതാണ്. അപ്പോൾ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്കിൻ്റെ റോളെന്ന് പറയുമ്പോൾ ഈ ഡബിൾ ഹെലിക്കൽ, അതായത് എന്താണ് ലാഡർ ലൈക്ക് ഹെലിക്കൽ സ്ട്രക്ചർ, അത് ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്ത് വാട്സണും ക്രിക്കുമാണ്. ഇനി ഹെർഷി ആൻഡ് ചേസ്, അവിടെ കോൺട്രിബ്യൂഷൻ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ബാക്ടീരിയോഫേജ് വെച്ചിട്ടും P32 ആൻഡ് S35 2 റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് വെച്ച് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഫൈനലി കൺഫേം ചെയ്ത് ഹെർഷി ആൻഡ് ചേസ് ആണ്. ആവറി മെക്ലിയോഡ് ആൻഡ് മക്കാർട്ടി, അതായത് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ അത് കൊണ്ടുവന്നത് എഫ് ഗ്രിഫിത്ത് 1928 പക്ഷേ ട്രാൻസ്ഫോമിങ് സബ്സ്റ്റൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഗ്രിഫിത്തിന് സാധിച്ചില്ല. ദറ്റ് വാസ് ഡൺ ബൈ ആവറി മെക്ലിയോഡ് ആൻഡ് മക്കാർട്ടി ഡ്യൂറിങ് ദി ഇയർ 1933 to 1944 വരെയുള്ള ആ പീരീഡ് കൊണ്ടാണ് ആവറി മെക്ലിയോഡ് ആൻഡ് മക്കാർട്ടി ദി ട്രാൻസ്ഫോമിങ് സബ്സ്റ്റൻസ് DNA ആണെന്ന് പ്രൂവ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് RNA? Options: catalytic molecule, genetic material, more stable and less reactive adapter molecule. അപ്പോൾ ന്യൂക്ലിക് ആസിഡ്സ് 2 types ആണ്, DNA-യും RNA-യും. അതിൽ മോസ്റ്റ് ഓഫ് ദി കേസസിലും DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ, ബട്ട് ഇൻ സർട്ടൻ വൈറസസ് RNA ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ RNA-ക്ക് ഡൈവേഴ്സ് ഫങ്ഷൻസ് ഉണ്ട്. ആ ഡൈവേഴ്സ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് അത് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, അത് കാറ്റലിറ്റിക് മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. തേർഡ്, അഡാപ്റ്റർ മോളിക്യൂൾ. ഫോർത്ത്, മെസഞ്ചർ. ഫിഫ്ത്ത്, സ്ട്രക്ചർ.
സ്ട്രക്ചർ. അപ്പോൾ ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ക്യൂബി ബാക്ടീരിയോഫേജ്, HIV ഇവിടെ എല്ലാം തന്നെ RNA ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷനായി. ഇനി അടുത്തത് കാറ്റലിറ്റിക് ഫംഗ്ഷൻ. അപ്പം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് ആൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എന്നാണ്. എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആയിരിക്കും. പക്ഷേ റൈബോസൈം എന്നൊരു എൻസൈമുണ്ട്, അത് RNA ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ്ലി എൻസൈംസ് ആർ പ്രോട്ടീൻസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അവിടെ ഈ റൈബോസൈം എന്ന് പറയുന്ന എൻസൈം, റൈബോസൈം, അപ്പോൾ അത് എൻസൈമാണ്. റൈബോസൈം എന്ന് പറയുന്നത് എൻസൈമാണ്. അപ്പോൾ RNA എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അതിനൊരു കാറ്റലിറ്റിക് റോളുണ്ട്. അടുത്ത അഡാപ്റ്റർ മോളിക്യൂൾ. അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയുന്നത് tRNA ആണ്. അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയുന്നത് tRNA ആണ്. മെസഞ്ചർ എന്ന് പറയുന്നത് mRNA. ഇനി സ്ട്രക്ചർ എന്ന് പറയുന്നത് rRNA, റൈബോസോമിൽ കാണുന്ന rRNA. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസിൽ ഇതിനകത്ത് RNAയുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തത് ഏതാണ്? C ഓപ്ഷനാണ്. അതായത് മോർ സ്റ്റേബിൾ ആൻഡ് ലെസ് റിയാക്റ്റീവ്. ഇത് DNA-ക്ക് ആപ്ലിക്കബിൾ ആണ്. അതായത് മോർ സ്റ്റേബിൾ ആൻഡ് ലെസ് റിയാക്റ്റീവ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് DNA-ക്ക് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ ഇത് മോർ സ്റ്റേബിൾ അല്ല, ലെസ് സ്റ്റേബിൾ ആണ്. ലെസ് സ്റ്റേബിൾ ആൻഡ് മോർ റിയാക്റ്റീവ്, ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 ആണ്. എന്താണ് തെറ്റായിട്ടുള്ള ആൻസർ? അതായത് RNAയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാത്തത് മോർ സ്റ്റേബിൾ ആൻഡ് ലെസ് റിയാക്റ്റീവ്. അതിൻ്റെ കറക്റ്റായിട്ട് വരുന്നത് ലെസ് സ്റ്റേബിൾ ആൻഡ് മോർ റിയാക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഡെവലപ്ഡ് എ മെത്തേഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് അമിനോ ആസിഡ് സീക്വൻസസ് ഇൻ പ്രോട്ടീൻ? 4 ഓപ്ഷൻസ്: ഫെഡറിക് സാംഗർ, അലക് ജെഫ്രീസ്, ജേക്കബ് ആൻഡ് മൊണോഡ്, ഫ്രെഡറിക് ഗ്രിഫിത്ത്. അതിൻ്റെ ആൻസർ ഫെഡറിക് സാംഗർ. ഫെഡറിക് സാംഗറിന് 2 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതായത് കെമിസ്ട്രിയിൽ തന്നെ 2 നൊബേൽ പ്രൈസ്. ഫസ്റ്റ് വൺ ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് അമിനോ ആസിഡ് സീക്വൻസസ് ഇൻ പ്രോട്ടീൻ, എസ്പെഷ്യലി ഇൻ ഇൻസുലിൻ. ആ ഇൻസുലിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ഫെഡറിക് സാംഗറാണ്. അതിനാണ് ആദ്യത്തെ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അതായത് ആ പ്രോട്ടീൻ, അത് ഇൻസുലിൻ പ്രോട്ടീൻ ആണല്ലോ, അതിന് അമിനോ ആസിഡിൻ്റെ സീക്വൻസ് കണ്ടുപിടിച്ചതിന്. അതേപോലെ തന്നെ സെക്കൻഡ് കിട്ടുന്നത് DNA-യിൽ നൈട്രജൻ ബേസിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ DNA-യിലെ നൈട്രജൻ ബേസ് സീക്വൻസും ഇൻസുലിനിലെ അമിനോ ആസിഡ് സീക്വൻസ്, ഇത് രണ്ടും കണ്ടുപിടിച്ചത് ഫെഡറിക് സാംഗർ. അലക് ജെഫ്രീസ്, he invented DNA fingerprinting. DNA fingerprinting കണ്ടുപിടിച്ചത് അലക് ജെഫ്രീസ്. ജേക്കബ് ആൻഡ് മൊണോഡ് ഓപ്രോൺ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജേക്കബ് ആൻഡ് മൊണോഡ്. ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ്സ് അത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്തത് ഫെഡറിക് ഗ്രിഫിത്ത് ആണ്. ഇതാണ് 4 ഓപ്ഷൻസ്. ആൻസർ ഫെഡറിക് സാംഗർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a mismatched pair? Options. First option, gene, functional unit of inheritance. അപ്പോൾ ജീൻ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിന്നെ അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ ഇൻട്രോൺസ്, അത് നേരത്തെ പറഞ്ഞു. ഒരു ഹെട്രോജീനസ് HNRNA-യിൽ നോൺ കോഡിങ്ങും കോഡിങ് സീക്വൻസ് കാണും. അതിനെയാണ് എക്സോൺസ് എന്നും ഇൻട്രോൺസ് എന്നും വിളിക്കുന്നത്. അത് എക്സോൺസ് എന്ന് പറയുന്നത് കോഡിംഗ് ആണ്, ഇൻട്രോൺസ് നോൺ കോഡിംഗ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തേർഡ്, സിസ്ട്രോൺ, അത് സെഗ്മെൻറ്റ് ഓഫ് DNA ആണ്. ഒരു പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന DNA-യിലെ സെഗ്മെൻറ്റ്, അതായത് സെഗ്മെൻറ്റ് ഓഫ് DNA കോഡിങ് ഫോർ എ പോളിപെപ്റ്റൈഡ്. അപ്പോൾ അതും കറക്റ്റാണ്. ഇനി യൂകാരിയോട്സ്, അതിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറൽ ജീൻസ് ആർ പോളിസിസ്ട്രോണിക് ആൻഡ് സ്പ്ലിറ്റ്. അപ്പോൾ യൂകാരിയോട്സിൽ സ്ട്രക്ചർ ജീൻ സ്പ്ലിറ്റ് ആണ്. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രോൺസും എക്സോൺസും ഉള്ളതിനെയാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്, കോഡിങ്ങും നോൺ കോഡിങ്ങും ഉള്ളത്. ഇനി പോളിസിസ്ട്രോണിക്, അവിടെ പോളിസിസ്ട്രോണിക് അല്ല, മോണോസിസ്ട്രോണിക് ആണ്. അപ്പോൾ യൂകാരിയോട്സിൽ സ്ട്രക്ചർ ജീൻസ് മോണോസിസ്ട്രോണിക് ആൻഡ് സ്പ്ലിറ്റ് ആണ്. അതേസമയം പ്രോകാരിയോട്സിൽ ഈ സ്ട്രക്ചർ ജീൻസ് പോളിസിസ്ട്രോണിക് ആൻഡ് കണ്ടിന്യൂസ് ആണ്. പ്രോകാരിയോട്സ്
പോളിസിസ്റ്റോണിക് ആൻഡ് കണ്ടിന്യൂസ് ആണ്, കാരണം അവിടെ ഇൻട്രോൺസ് എക്സോൺസ് ഒന്നുള്ള ഡിഫറൻസിയേഷൻ ഇല്ല, എല്ലാം കോഡിങ് തന്നെയാണ്. ഇവിടെയാണെങ്കിൽ എന്താണ് മോണോസിസ്റ്റോണിക് ആൻഡ് സ്പ്ലിറ്റ്. അപ്പോൾ ആൻസർ എന്താണ്? യൂക്കാരിയോട്ട് തെറ്റായ ആൻസറാണ്. അപ്പോൾ മിസ്മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ക്യാൻ ബി കപ്പിൾഡ് ഇൻ പ്രൊക്കാരിയോട്സ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് RNA ഫ്രം DNA. ട്രാൻസ്ലേഷൻ മീൻസ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോകാരിയോട്സിലാണെങ്കിൽ ഇത് രണ്ടും നടക്കുന്നത് സെയിം കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുമിച്ച് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ട്രാൻസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകുന്നതിനാൽ പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ ട്രാൻസ്ലേഷൻ നടക്കാം. അതാണ് കപ്പിൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോകാരിയോട്സ് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ക്യാൻ ബി കപ്പിൾഡ്. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ ട്രാൻസ്ക്രിപ്ഷൻ only a segment of DNA and only one of the strands is copied into RNA. അതായത് DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു DNA-യുടെ ഫുൾ ലെന്തും കോപ്പി ചെയ്യും. ഒപ്പം ഒരു DNA-ന് 2 DNA ഉണ്ടാകും. ഇതാണ് റെപ്ലിക്കേഷൻ. ഫുൾ ലെന്തും കോപ്പി ചെയ്യും, 2 DNA ഉണ്ടാകും. പക്ഷേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ DNA-യുടെ ഒരു സ്ട്രാൻഡ് മാത്രമേ ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. 3'5' പൊളാരിറ്റി ഉള്ളത് അത് മാത്രമാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ RNA ഉണ്ടാകുന്നത്. അതിന് ഓപ്പോസിറ്റ് സ്ട്രാൻഡ് അത് കോഡിങ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ ഒരു സ്ട്രാൻഡ് മാത്രമാണ് ടെംപ്ലേറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഫുൾ ലെന്തും കോപ്പി ചെയ്യില്ല, സെഗ്മെൻറ്റ് വൈസാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത്, UTRs ആർ റിക്വയർഡ് ഫോർ എഫിഷ്യൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. UTR മീൻസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. അൺട്രാൻസ്ലേറ്റഡ് റീജിയനാണ് UTR. അത് എഫിഷ്യൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ അല്ല, ട്രാൻസ്ലേഷൻ ആവശ്യമാണ്. ട്രാൻസ്ലേഷൻ അപ്പോൾ ഇവിടെ ഇതല്ല, ട്രാൻസ്ക്രിപ്ഷനല്ല ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത്, പൊളാരിറ്റി ഓഫ് ദ കോഡിംഗ് സ്ട്രാൻഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് 3'5'. അത് 3'5' അല്ല, പകരം എന്താണ്? 5'3' ആണ്. അപ്പോൾ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 5'3'ഉം ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 3'5'ഉമാണ്. അപ്പോൾ അതും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത, ഇൻ ടെയിലിംഗ് അഡിനിലേറ്റ് റെസിഡ്യൂസ് 200 to 300 molecules are added to 5' end of HNRN. അപ്പോൾ സ്പ്ലൈസിങ്ങിൽ ചേർന്ന് വരുന്ന 2 അഡീഷണൽ പ്രോസസ്സാണ് ക്യാപ്പിങ്ങും ടെയിലിങ്ങും. ക്യാപ്പിംഗ് നേരത്തെ ഡിസ്കസ് ചെയ്തു. മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ് 5' എൻഡിലാണ് ആഡ് ചെയ്യുന്നത്. 3' എൻഡിൽ ആഡ് ചെയ്യുന്നത് അഡിനിലേറ്റ് റെസിഡ്യൂസ് ആണ്. അഡിനിലേറ്റ് റെസിഡ്യൂസ് എന്ന് വെച്ചാൽ അഡിനോസൈൻ മോണോഫോസ്ഫേറ്റ് വേറൊരു മോളിക്കൂളുമായിട്ട് ചേർന്ന് വരുന്നത്, അതായത് പ്രോട്ടീനോ അല്ലെങ്കിൽ RNA-യുമായിട്ടൊക്കെ ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ അഡിനിലേറ്റ് റെസിഡ്യൂസ് എന്ന് പറയുന്നത്. അതായത് AMP വിത്ത് പ്രോട്ടീൻ ഓർ RNA, അതിനെയാണ് അഡിനിലേറ്റ് റെസിഡ്യൂസ്. അത് ആഡ് ചെയ്യുന്നത് 5' അല്ല, പകരം 3' ആണ്. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ 5 സ്റ്റേറ്റ്മെൻറ്റ്സിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സാണ് ശരി. അപ്പോൾ ആൻസർ ബി, അതായത് 2. 2 സ്റ്റേറ്റ്മെൻറ്റ്സാണ് ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ബേസിക് അമിനോ ആസിഡ്സ് റിച്ച് ഇൻ ഹിസ്റ്റോൺസ്. ഹിസ്റ്റോൺ എന്ന് പറയുമ്പോൾ ബേസിക് പ്രോട്ടീൻസ് ആണ്. അതിൽ കൂടുതൽ കാണുന്ന അമിനോ ആസിഡ്സ്. ആ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ലൈസിൻ, വാലിൻ, ആർജിനിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൈസിൻ. അപ്പോൾ ഇതിൽ ലൈസിൻ ബേസിക് അമിനോ ആസിഡ്സ് ആണ്. അതേസമയം വാലിൻ ന്യൂട്രലാണ്, ആർജിനിൻ ബേസിക് ആണ്, ഗ്ലൂട്ടാമിക് ആസിഡ് അസിഡിക് ആണ്, ഗ്ലൈസിൻ ന്യൂട്രലാണ്.
അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? ലൈസിൻ ആൻഡ് ആർജിനൻ. അപ്പോൾ എ ആൻഡ് സി. അപ്പോൾ സി ഓപ്ഷനാണ്. അതായത് ഈ ഹിസ്റ്റോൺസിൽ കൂടുതൽ കാണുന്ന ബേസിക് അമിനോ ആസിഡ്സ് ലൈസിൻ ആൻഡ് ആർജിൻ. അതായത് ബേസിക് അമിനോ ആസിഡ് റിച്ച് ഇൻ ഹിസ്റ്റോൺസ് ആർ ലൈസിൻ ആൻഡ് ആർജിനൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫസ്റ്റ് വൺ, ബീറ്റാ ഗാലക്ടോസിഡേസ് catalyzes the hydrolysis of lactose into glucose and galactose. അപ്പോൾ ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്രൈഡാണ്. അതായത് 2 മോണോമറുണ്ട്. ആ മോണോമർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസും അതുപോലെ ഗാലക്ടോസുമാണ്. അപ്പോൾ ഈ ലാക്ടോസിൻ്റെ കാറ്റാബോളിസം, അതായത് ബ്രേക്ക് ഡൗൺ നടത്താൻ സഹായിക്കുന്നത് ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്. അപ്പോൾ ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് ബീറ്റാ ഗാലക്ടോസിഡേസ് ലാക്ടോസ് സ്പ്ലിറ്റ്സ് ഇൻടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ദി സബ്സ്ട്രേറ്റ് ആസ് വെൽ ആസ് ഇൻഡ്യൂസർ ഇൻ ലാക് ഓപ്പറോൺ ഈസ് ലാക്ടോസ്. ഈ ലാക് ഓപ്പറോൺ എന്ന പേര് തന്നെ വരാൻ കാരണം അവിടുത്തെ സബ്സ്ട്രേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡ്യൂസറും, സബ്സ്ട്രേറ്റ് മാത്രമല്ല ഇൻഡ്യൂസറും ലാക്ടോസ് ആണ്. അപ്പോൾ അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ലാക് ഓപ്പറോണിൽ ഈ റെഗുലേറ്ററി ജീൻ, ആ റെഗുലേറ്ററി ജീൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഐ ജീൻ സിൻസ് ഇറ്റ് കോഡ്സ് ഫോർ ദി റിപ്രസർ പ്രോട്ടീൻ. അപ്പോൾ റെഗുലേറ്ററി ജീൻ എന്ന് പറയുമ്പോൾ നോർമലി ക്യാപിറ്റൽ R ആണ് വരേണ്ടത്. പക്ഷേ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്മാൾ ഐ എന്നാണ്. കാരണം അതിൻ്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്ററി ആക്ടിവിറ്റിയാണ്. ഇൻഹിബിറ്ററി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിപ്രസർ പ്രോട്ടീനെയാണ്. അപ്പോൾ അതും ശരിയാണ്. ഇനി ഓപ്പറോൺസ് ആർ കോമൺ ഇൻ യൂക്കാരിയോട്സ്. ഓപ്പറോൺസ് കൂടുതലായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ NCERT പറയുന്നത് ബാക്ടീരിയയിലാണ്. അതായത് പ്രൊക്കാരിയോട്സിലാണ് ഓപ്പറോൺസ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഡി. ഓപ്പറോൺസ് ആർ കോമൺ ഇൻ യൂക്കാരിയോട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി മിസ്മാച്ച്ഡ് പെയർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ റൈബോസൈൻ, അതായത് 23SRRNA. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു RNAക്ക് ഡൈവേഴ്സ് ഫങ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ ആ കാറ്റലിറ്റിക് ആക്ടിവിറ്റിക്ക് എക്സാമ്പിളാണ് റൈബോസൈം. അപ്പോൾ ആ റൈബോസൈമിൻ്റെ സെഡിമെൻറ്റേഷൻ കോയിഫിഷ്യൻ്റാണ് 23S. 23S എന്ന് പറയുന്നത്, എസ് എന്ന് വെച്ചാൽ സെഡിമെൻറ്റേഷൻ കോയിഫിഷ്യൻ്റ്. അത് RRNA ആണ്. അത് ബാക്ടീരിയയിലുള്ള ആ RRNA ആണ്, ഈ സെഡിമെൻറ്റേഷൻ കോയിഫിഷ്യൻ്റുള്ള RRNA ആണ് റൈബോസൈമായിട്ട് എൻസൈമാറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ അത് ശരിയായ ഇതാണ്, പേരാണ്. ഇനി Y ക്രോമസോം. ആ Y ക്രോമസോമിൽ കാണുന്ന ജീൻസ്, നമ്പർ ഓഫ് ജീൻസ്, അതായത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അനുസരിച്ച് അതിൽ എത്ര ജീൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് 231 ജീൻസാണ് ഏറ്റവും കുറവ്. നമ്മുടെ ക്രോമസോമിൽ ഏറ്റവും കുറവ് ജീനുകൾ കാണുന്നത് Y ക്രോമസോമിലാണ്. അതായത് 231 ജീൻസാണ് കാണുന്നത്. അപ്പോൾ അതും ശരിയാണ്. പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അതൊരു 13-year മെഗാ പ്രോജക്റ്റാണ്. 1990 സ്റ്റാർട്ട് ചെയ്ത് 2003 എന്താണ് കംപ്ലീറ്റ് ചെയ്ത ഒരു 13-year മെഗാ പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അതിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് $9 ബില്യൺ. അതായത് നമ്മുടെ ഒരു ബേസ് പെയറിന് $3 അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. $3. അങ്ങനെ നമ്മുടെ ടോട്ടൽ 3.3 × 10⁹ ബേസ് പെയേഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്കും വേണ്ടിയിട്ട് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് $9 ബില്യൺ ആണ്. അപ്പോൾ അതും കറക്റ്റാണ്. ഇനി ക്രോമസോം 1, ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് 1990 സ്റ്റാർട്ട് ചെയ്ത് 2003 അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ കംപ്ലീറ്റ് ചെയ്ത് അത് ഒഫീഷ്യലായിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ അന്നേരവും ഈ ക്രോമസോം 1-ലെ, അതായത് ഫസ്റ്റ് ക്രോമസോമിലെ ജീനുകൾ ടോട്ടലായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ആ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് എന്ന് പറയുന്നത് 2968 ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2986 എന്നാണ്. കറക്റ്റ് 2968 ജീൻസാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിൽ ക്രോമസോമിൽ ഏറ്റവും കൂടുതൽ ജീൻസ് കാണുന്നത് ക്രോമസോം 1-ലും ഏറ്റവും കുറവ് കാണുന്നത് Y ക്രോമസോമിലാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഡി. ഓക്കെ, നെക്സ്റ്റ്
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ സെർച്ചുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡി ഓപ്ഷനിൽ പോകാം. അതായത് P32 ആൻഡ് S35 അത് രണ്ടും റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. അത് ഹെർഷി ചേസിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിച്ചതാണ് P32 S35. അപ്പോൾ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയെ അതുപോലെ എസ്ചെറിഷ്യ കോളെ, അതായത് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയെ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂമോണിയ കോസ് ചെയ്യുന്ന ബാക്ടീരിയയാണ്. അതുപോലെ എസ്ചെറിഷ്യ കോളെ ഹെർഷി ചേസിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ പ്രോട്ടീസ്, DNA, RNA ഈ 3 എൻസൈംസ് ഉപയോഗിച്ചാണ് ആവറി, മെക്ലിയോഡ് ആൻഡ് മെക്കാർട്ടി DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതും അതിനകത്ത് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതേസമയം നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്, അതായത് NHC എന്ന് പറയും, അതായത് അത് ഈ എഫക്റ്റീവ് പാക്കിംഗ്, അതായത് ക്രൊമാറ്റിൻ്റെ എഫക്റ്റീവ് പാക്കിങ്ങിന് എസെൻഷ്യലാണ് ഈ NHC പ്രോട്ടീൻസ്. അപ്പോൾ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഇതാണ് ആൻസർ, നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻ ദി DNA ഓഫ് ലാംഡ ഫേജ്. ആ ലാംഡ ഫേജിൽ എത്ര ബേസ് പെയർസ് ഉണ്ട്? ആൻസർ ഡി ഓപ്ഷനാണ്, 48502 ബേസ് പെയർസ് ഉണ്ട്. ഈ ലാംഡ ഫേജ് എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഈക്കോളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ്. ഈക്കോളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഫേജാണ്. ആ ബാക്കി കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ 5386 അത് ബേസസ് ആണ്, ബേസ് പെയർ അല്ല. ബേസസ് ഇൻ 5X174 ബാക്ടീരിയ ഫേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA കാണുന്ന ഒരു വൈറസാണ് 5X174 ബാക്ടീരിയ ഫേജ്. ആ 5X174 ബാക്ടീരിയ ഫേജിൽ കാണുന്ന അത് എത്ര നമ്പർ ഓഫ് ബേസ് പെയേഴ്സ് ആണ്? സോറി, അവിടെ ബേസ് പെയേഴ്സ് അല്ല, ബേസസ് ആണ്. കാരണം സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ബേസസ് ആണ്, അത് 5386. ഇനി 3.3 × 10⁻⁹ അത് ഹ്യൂമൻസിൻ്റെ ഹാപ്ലോയിഡ് കണ്ടൻ്റാണ്. ഹ്യൂമൻസിൻ്റെ ഹാപ്ലോയിഡ് കണ്ടൻ്റാണ്. അപ്പോൾ ഈ കോളയിൽ ബേസ് പെയേഴ്സാണ് 4.6 × 10⁻⁶, 3.3 × 10⁻⁹ ഹ്യൂമൻസ് ഹാപ്ലോയിഡ് കണ്ടൻ്റാണ്. 5386 ബേസസ് 5X174 ബാക്ടീരിയ ഫേജ്, 48502 ലാംഡ ഫേജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The central dogma of molecular biology was modified by the discovery of RNA polymerase, reverse transcriptase, DNA ligase, DNA polymerase. സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ ദി യൂണിഡിറക്ഷണൽ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ, യൂണിഡിറക്ഷണൽ ഫ്ലോ ഓഫ് genetic information from DNA to RNA, that means mRNA, then proteins. അപ്പോൾ ആ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ DNA ടു mRNAക്ക് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഫ്രം mRNA ടു അത് പ്രോട്ടീൻസായിട്ട് മാറുന്നതിന് ട്രാൻസ്ലേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. എന്നാൽ നേരത്തെ പറഞ്ഞു എന്താണ്, ചില വൈറസുകളിൽ, അതായത് HIV ആണെങ്കിലും ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണെങ്കിലും QB ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൊറോണയുടെ കേസിൽ, അതായത് കൊറോണ വൈറസ് ആണെങ്കിലും എല്ലാം തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ RNA ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ സെൻട്രൽ ഡോഗ്മ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അവിടെ RNAയിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? DNAയിൽ നിന്ന് mRNAയിൽ നിന്നാണ് പ്രോട്ടീൻസ്. അപ്പോൾ DNAയിൽ നിന്ന് mRNA ഉണ്ടാകുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. mRNA പ്രോട്ടീൻസായിട്ട് മാറുന്നത് ട്രാൻസ്ലേഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനെ സഹായിക്കുന്ന എൻസൈംസ് ട്രാൻസ്ക്രിപ്റ്റേസ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, RNA ആണെങ്കിൽ RNAയിൽ നിന്ന് DNA ഫോം ചെയ്യും. അപ്പോൾ അത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനാണ്. അപ്പോൾ ആ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനെ സഹായിക്കുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്.
അപ്പോൾ ഈ സെൻട്രൽ ഡോഗ്മ എന്ന കൺസെപ്റ്റ് സെൻട്രൽ ഡോഗ്മ റിവേഴ്സ് എന്ന രീതിയിലോട്ട് മാറി. അപ്പോൾ രണ്ടും ആപ്ലിക്കബിൾ ആണ്. DNA ആണെങ്കിൽ സെൻട്രൽ ഡോഗ്മയും RNA ആണ് ജനറ്റിക് മെറ്റീരിയലെങ്കിൽ അവിടെ സെൻട്രൽ ഡോഗ്മ റിവേഴ്സ്. അപ്പോൾ അത് ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം കണ്ടുപിടിച്ചതോടു കൂടിയാണ് ഈ HIV-യുടെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ്. RNA പോളിമറൈസിൻ്റെ റോൾ അറിയാം ഫോർ ട്രാൻസ്ക്രിപ്ഷൻ. DNA ലിഗേസ് ആണെങ്കിൽ ജോയിനിങ് ഓഫ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്, ജോയിനിങ് എൻസൈമാണ്. DNA പോളിമറൈസേഷനും ഇതാണ് DNA. ഓക്കെ, അപ്പോൾ ആൻസർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് സെക്കൻഡ് ഇയർ ടോപ്പിക്സിലെ ഏറ്റവും ലെന്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള, മറ്റു ചാപ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോളിക്കുലാർ ബേസിസ്. അപ്പോൾ അതിലെ കുറച്ച് ഒരു 20 ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നുള്ളതല്ല, ഇതിന് സമാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നമ്മൾ ആ കൺസെപ്റ്റ്, ആ തിയറി പഠിച്ച് അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ സ്വയം ഡെറൈവ് ചെയ്യുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസും അത്തരം സമാനമായ ക്വസ്റ്റ്യൻസും കൂടെ വച്ച് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.